നമ്മളെല്ലാവരും ഗോതമ്പാണ് കൂടുതൽ കഴിക്കുന്നതല്ലേ. അരി ഇപ്പോൾ കുറച്ച് ഒഴിവാക്കിയിട്ട് ഗോതമ്പിലേക്കാണ് നമ്മളെല്ലാവരും തിരിയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ചപ്പാത്തി തിന്ന് നമുക്കെല്ലാവർക്കും മടുക്കില്ലേ. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് സ്ഥിതി. അതുകൊണ്ട് ഞാൻ ഗോതമ്പിൻ്റെ ചപ്പാത്തിക്ക് പകരം ഗോതമ്പ് ദോശ ഉണ്ടാക്കും. സംഭവം വളരെ സിമ്പിളാണ്. ഗോതമ്പ് പൊടി, ഉപ്പ്, വെള്ളം, കുറച്ച് പാൽപ്പൊടി, ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ച് എണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസി ആക്കുക. അതിനുശേഷം നല്ലൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് മാറ്റുക, ചുട്ടെടുക്കുക. സിമ്പിളാണ്. രണ്ട് വശവും നല്ല രീതിയിലൊന്ന് മൊരിയിച്ചിട്ട് ഇരുവശവും കുറച്ച് നെയ്യോ ബട്ടറോ വെളിച്ചെണ്ണയോ ഒക്കെ തൂക്കി കൊടുത്താൽ മതി. നമ്മൾ കഴിക്കാൻ പറ്റുന്ന ഗോതമ്പ് ദോശ ഏകദേശം റെഡിയാണ്. എന്നും ഈ ചപ്പാത്തി ചുട്ട് നമ്മൾ കഷ്ടപ്പെടുമ്പോൾ ഇടയ്ക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ നല്ലതായിരിക്കും. ഇന്നും ഞാൻ ചപ്പാത്തി തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷെ പതിയെ പതിയെ ഞാനിപ്പോൾ ഇടയ്ക്കൊക്കെയാണ് ചപ്പാത്തി, മെയിൻലി ഞാനിപ്പോൾ ഗോതമ്പ് ദോശയാക്കി. അപ്പോൾ ഗോതമ്പ് ദോശയിൽ പതിയെ നമുക്കിങ്ങനെ വെളിച്ചെണ്ണ ഇറ്റിച്ച് കൊടുക്കാം. നെയ്യോ ബട്ടറോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും നമുക്കിങ്ങനെ ഇറ്റിച്ച് കൊടുക്കാം. അത് നന്നായിട്ട് മുരിഞ്ഞ് വരും. ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ഒരു റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു, ചാള. ഗോതമ്പ് ദോശയും ചാളക്കറിയും ഏകദേശം സൂപ്പർ കോമ്പിനേഷനാണ്. എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് എല്ലാം കോമ്പിനേഷൻ തന്നെയാണ്. പക്ഷെ മീൻകറിയും ഈ ഗോതമ്പ് ദോശയും ഒരു എക്സ്പെഷ്യലി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഗോതമ്പ് ദോശ ഇതാണ്. ഏകദേശം മുരിഞ്ഞ് വരട്ടെ. നന്നായിട്ട് മുരിയും. നന്നായിട്ട് മുരിഞ്ഞിട്ട് നമുക്ക് മറിച്ചിട്ടിട്ട് ഉപയോഗിക്കാം.